ഇന്ന് ലോക ഓട്ടിസം ദിനമാണ്. മാനസികമായ വെല്ലുവിളികളെക്കുറിച്ച് സുരക്ഷിതമായി സംസാരിക്കാനാകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല. അത്തരം സുരക്ഷിത ഇടങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ലോക ഓട്ടിസം ദിനം പോലുള്ള ദിനാചരണങ്ങളുടെ ലക്ഷ്യം. മറ്റ് നിരവധി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പോലെ തന്നെ ഓട്ടിസവും ഒരു രോഗമല്ല, മാനസികാവസ്ഥയിലുള്ള വ്യതിയാനമാണ്. സാമൂഹികപരവും ആശയവിനിമയപരവും ചില സന്ദർഭങ്ങളിൽ വ്യക്തിത്വ വികാസവുമായും ബന്ധപ്പെട്ടുമുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഓട്ടിസം എന്ന അവസ്ഥ. ഓട്ടിസം ബാധിച്ചവരെ മാറ്റി നിർത്തുന്ന സമീപനം പോലെ തന്നെ മാറ്റേണ്ടതാണ് സഹതാപത്തോടെ കാണുന്ന സമീപനവും. മറ്റുള്ളവരുടെ സഹായവും ദയയും ആശ്രിതത്വവും വേണ്ടവരാണ് അവർ എന്ന പൊതുചിന്തയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഒരാളായി കാണാനും കൂട്ടുകാരായി ചേർത്ത് നിർത്തുവാനും സാധിക്കുന്ന സഹാനുഭൂതിയാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. സമൂഹത്തിലെ മറ്റാരെയും പോലെ ദൈനംദിന കൃത്യങ്ങൾ നിർവഹിക്കാനും ആളുകളുമായി ഇടപഴകാനും കൃത്യമായ പരിശീലനത്തിലൂടെ ഓട്ടിസം ബാധിതർക്കും സാധിക്കും. നേരത്തെയുള്ള പരിശീലനം, പ്രത്യേക വിദ്യാഭ്യാസം, ബിഹേവിയർ തെറാപ്പികൾ, കുടുംബത്തിന്റെ പിന്തുണ എന്നിവയുടെയെല്ലാം കൂട്ടായ പ്രവർത്തനമാണ് അതിലേക്കുള്ള വഴി. ഓരോ വർഷവും വ്യത്യസ്ത പ്രമേയങ്ങളുമായി ഓട്ടിസം ദിനാചരണം നടത്തുന്നതിന്റെ കാതലായ ലക്ഷ്യവും ഓട്ടിസം ബാധിതരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.